നാളെ കാലഭൈരവ അഷ്ടമി. വളരെ നല്ല ദിവസം. വൈകുന്നേരം പാദം 6 മുതൽ 6:32 വരെ. തുളസി ചെടിയുടെ ചുവട്ടിൽ ഇത് കുഴിച്ചിടുക. 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ജാതകം മാറും. നിങ്ങളുടെ ദശ മാറും. ദാരിദ്ര്യം, പ്രശ്നങ്ങൾ, കഷ്ടപ്പാടുകൾ എല്ലാം ഇല്ലാതാകും. സാമ്പത്തിക പ്രശ്നങ്ങൾ മാറും. കടബാധ്യതകൾ മാറും. പ്രത്യേകിച്ച് ജാതകത്തിലെ ദോഷങ്ങളെല്ലാം മാറും. ഗ്രഹങ്ങൾ അനുകൂലമാകും എന്ന് ശാസ്ത്രം പറയുന്നു. തുളസി ചെടിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. തുളസി ചെടി വളർത്തുന്നവർക്ക് എപ്പോഴും നല്ലതേ സംഭവിക്കൂ. തുളസി വളരെ നമ്മുടെ എല്ലാം വീടുകളിൽ തുളസി എന്ന വിശുദ്ധ സസ്യം കാണാം. പുരാണങ്ങൾ അനുസരിച്ച് തുളസി ചെടിയെ ലക്ഷ്മി ദേവിയുടെ രൂപമായി കണക്കാക്കുന്നു. അതുകൊണ്ടാണ് ശ്രീ മഹാവിഷ്ണുവിന് തുളസി സമർപ്പിക്കുന്നത്. തുളസി ഉപയോഗിച്ച് ദേവതകളെ പൂജിക്കുന്നത് സമ്പത്ത് ഇരട്ടിയാക്കുമെന്ന് പലരും വിശ്വസിക്കുന്നു. ആയുർവേദ ശാസ്ത്രമനുസരിച്ച് തുളസി ചെടിയിൽ നിരവധി ഔഷധഗുണങ്ങളുണ്ട്. ഇതിനെ വീടിന്റെ പരിസരത്ത് വെക്കുന്നത് നെഗറ്റീവ് ഊർജങ്ങളെ വീട്ടിലേക്ക് വരാതെ തടയും. പോസിറ്റീവ് ഊർജത്തെ സ്വാഗതം ചെയ്യും. അതുകൊണ്ടാണ് തുളസി ചെടിയെ വളരെ പവിത്രമായി കണക്കാക്കുന്നത്. വാസ്തുശാസ്ത്രമനുസരിച്ച് കിഴക്ക് ദിശയിൽ മാത്രമേ തുളസി ചെടി വെക്കാവൂ. ഇത് ശുഭകരമായ ഫലങ്ങൾ നൽകും. നിങ്ങളുടെ വീട്ടിൽ കിഴക്ക് ദിശയിൽ തുളസി ചെടി നടാൻ സ്ഥലമില്ലെങ്കിൽ വീടിന് മുന്നിൽ തുളസി നടുന്നത് വീട്ടിലേക്ക് പോസിറ്റീവ് ഊർജം പ്രവേശിപ്പിക്കും. ഇതോടൊപ്പം ലക്ഷ്മിദേവിയുടെ അനുഗ്രഹവും നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും. ചിലർ തങ്ങളുടെ വീടിന്റെ ടെറസിൽ തുളസി ചെടികൾ നട്ടുപിടിപ്പിക്കാറുണ്ട്. വാസ്തു ശാസ്ത്രം അനുസരിച്ച് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ചെയ്യുന്നത് അശുഭകരമായ ഫലങ്ങൾ നൽകുമെന്ന് വാസ്തു ശാസ്ത്രജ്ഞർ പറയുന്നു. മുൾച്ചെടികൾക്ക് അടുത്ത തുളസി ചെടി വെക്കരുത്. വാഴച്ചെടിക്ക് അടുത്ത തുളസി നടാം. കാരണം വാഴച്ചെടിയിൽ വിഷ്ണു ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. തുളസി ചെടിയിൽ ലക്ഷ്മിദേവി ഉള്ളതുകൊണ്ട് വാഴച്ചെടിക്ക് അടുത്ത് തുളസി നട്ടാൽ ലക്ഷ്മി നാരായണന്മാരെ ഒരുമിച്ച് പൂജിച്ചതിന്റെ ഫലം ലഭിക്കും. എന്നാൽ ഇത്രയധികം പ്രാധാന്യമുള്ള തുളസി ചെടിയുടെ ചുവട്ടിൽ അഷ്ടമി ദിവസം ഒരു പരിഹാരം ചെയ്താൽ നിങ്ങളുടെ ജാതകം മാറുമെന്നും പ്രശ്നങ്ങൾ, കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ, കടബാധ്യതകൾ എല്ലാം ഇല്ലാതാകുമെന്നും സിദ്ധ ശാസ്ത്രം പറയുന്നു. പലരുടെയും ജാതകത്തിൽ ദോഷങ്ങളുണ്ടാകും. അങ്ങനെയുള്ളവർ അഷ്ടമി ദിവസം തുളസി ചെടിയുടെ ചുവട്ടിൽ ഇത് ഒന്ന് കുഴിച്ചിട്ടാൽ ജാതകത്തിലെ ദോഷങ്ങളെല്ലാം ഇല്ലാതാകും. ജാതകം അത്ഭുതകരമായി മാറുമെന്ന് പണ്ഡിതർ പറയുന്നു. അഷ്ടമി ദിവസം തുളസി ചെടിയുടെ ചുവട്ടിൽ എന്തു വെക്കണമെന്ന് ഇപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി അറിയാം. അതിനു മുൻപ് ഒരു പുണ്യകഥ കേൾക്കാം. സുഹൃത്തുക്കളെ, ആദ്യം കമന്റ് ബോക്സിൽ ഓം ശ്രീ തുളസി ദേവിയെ നമ എന്ന് കമന്റ് ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കുക. നിങ്ങൾ ഞങ്ങൾക്ക് വലിയ സഹായം ചെയ്തവരാകും. കൈലാസ് പർവ്വതത്തിൽ പരമേശ്വരൻ കണ്ണടച്ച് ധ്യാനത്തിലായിരുന്നു. അദ്ദേഹത്തിന് ചുറ്റും ശാന്തമായ അന്തരീക്ഷം, എവിടെയും ഒരു ശബ്ദവുമില്ല. അപ്പോഴാണ് നാരദ മഹർഷി ഭൂമിയിൽ നിന്ന് തിരിച്ചെത്തിയത്. മനുഷ്യർ പലതരം ദാനങ്ങൾ ചെയ്യുന്നതും അതിന് പിന്നിലുള്ള ചിന്തകളും കണ്ട് അദ്ദേഹത്തിന് ചില സംശയങ്ങൾ ഉണ്ടായി. ശിവന്റെ ധ്യാനം പൂർത്തിയാകുന്നത് വരെ അദ്ദേഹം അവിടെ കാത്തുനിന്നു. ശിവൻ കണ്ണു തുറന്നപ്പോൾ നാരദൻ അദ്ദേഹത്തെ നമസ്കരിച്ചു. സ്വാമി, ഭൂമിയിൽ മനുഷ്യർ പലതരം ദാനങ്ങൾ ചെയ്യുന്നുണ്ട്. ചിലർ ഭക്ഷണം നൽകുന്നു, ചിലർ വസ്ത്രങ്ങൾ നൽകുന്നു, മറ്റു ചിലർ പശുക്കളെ ദാനം ചെയ്യുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ എനിക്കൊരു വലിയ ചോദ്യം തോന്നി. എല്ലാ ദാനങ്ങളിലും വെച്ച് ഏതാണ് ഏറ്റവും മഹത്തായത്? ഏതുതരം ദാനം ചെയ്താലാണ് കൂടുതൽ പുണ്യം ലഭിക്കുക? ദയവായി എനിക്കിത് പറഞ്ഞുതരൂ പ്രഭോ എന്ന് ചോദിച്ചു. നാരദന്റെ വാക്കുകൾ കേട്ട പരമേശ്വരൻ ചെറുതായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നാരദ, നിന്റെ ചോദ്യം വളരെ നല്ലതാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. ഞാൻ നിനക്കൊരു കഥ പറയാം.
ഈ കഥ കേട്ടാൽ ദാനത്തിന്റെ മൂല്യം എന്താണെന്ന് നിനക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞ് കഥ ആരംഭിച്ചു. പണ്ട് കാശിപുരത്തിൽ സോമു ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അയാൾ എല്ലാ ദിവസവും കാട്ടിൽ പോയി വിറക് വെട്ടി നഗരത്തിൽ വിറ്റ് ജീവിച്ചു പോന്നു. അയാളുടെ വരുമാനം മതിയാകാതെ ഭാര്യ നഗരത്തിൽ പോയി കൂടുതൽ പണം സമ്പാദിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ സോമു ജനിച്ച നാട് വിട്ടുപോകില്ലെന്നും അവിടെ സമാധാനം ഉണ്ടാകില്ലെന്നും പറഞ്ഞു. ഒരു ദിവസം സോമു നഗരത്തിൽ വിറക് വിൽക്കാൻ പോയപ്പോൾ ആരും വാങ്ങിയില്ല. ക്ഷീണിതനായി ഒരു ബ്രാഹ്മണന്റെ വീടിന്റെ മുന്നിലൂടെ പോകുമ്പോൾ ആ ബ്രാഹ്മണൻ അയാളെ വിളിച്ച് വിറക്കിന് എത്രയാണെന്ന് ചോദിച്ചു. സോമു 10 രൂപ പറഞ്ഞപ്പോൾ ബ്രാഹ്മണൻ 5 രൂപയ്ക്ക് കൊടുക്കാമോ എന്ന് ചോദിച്ചു. സോമു ക്ഷീണിതനായിരുന്നതുകൊണ്ട് വിശന്നിരുന്നതിനാൽ 5 രൂപയ്ക്ക് കൊടുത്തു. അപ്പോൾ ആ ബ്രാഹ്മണൻ അവനെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. ആദ്യം സോമു വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ബ്രാഹ്മണൻ തന്റെ അടുത്ത് 10 പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടെന്നും എപ്പോഴെങ്കിലും വിശപ്പ് തോന്നിയാൽ വന്ന് ഭക്ഷണം കഴിക്കാമെന്നും പറഞ്ഞു. പൂജാരി നിസ്വാർത്ഥമായി അന്നദാനം ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ സോമു തന്റെ ഭാഗത്തുനിന്നുള്ള സഹായമായി ദിവസവും 5 രൂപയ്ക്ക് വിറക് കൊണ്ടുവന്ന് നൽകാമെന്ന് വാക്ക് കൊടുത്തു. വീട്ടിലേക്ക് തിരിച്ചു വന്ന സോമു ഭാര്യയോട് 5 രൂപ മാത്രമേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞു. ഭാര്യ ദേഷ്യപ്പെട്ട് തങ്ങൾക്ക് കഴിക്കാൻ തികയുന്നില്ലെന്നും അങ്ങനെയെങ്കിൽ മറ്റൊരാൾക്ക് എന്തിനാണ് സഹായിക്കുന്നതെന്നും ചോദിച്ചു. സോമു പൂജാരി ധനികനല്ലെന്ന് താൻ സമ്പാദിച്ചതുകൊണ്ട് അന്നദാനം ചെയ്യുകയാണെന്ന് വിശദീകരിച്ചു. സോമു എല്ലാ ദിവസവും പൂജാരിക്ക് 5 രൂപയ്ക്ക് വിറക് നൽകി അവിടെ ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് പോകുമായിരുന്നു. ഒരു ദിവസം പൂജാരിയുടെ അടുത്ത് പണമില്ലാത്തതുകൊണ്ട് വിറക്കിന് നാളെ പണം നൽകാമെന്ന് പറഞ്ഞ് ആദ്യം ഭക്ഷണം കഴിക്കാൻ സോമുവിനെ അകത്തേക്ക് വിളിച്ചു. തനിക്ക് കഴിക്കാൻ മാത്രമേയുള്ളൂ എന്നും സോമുവിന് നൽകിയാൽ തനിക്ക് കഴിക്കാൻ ഉണ്ടാകില്ലെന്നും പുരോഹിതന്റെ ഭാര്യ പറഞ്ഞു. എന്നാൽ പുരോഹിതൻ തനിക്ക് വിളമ്പേണ്ട ഭക്ഷണം സോമുവിന് നൽകാനും താൻ ഉപവാസം അനുഷ്ഠിക്കുമെന്നും അതിഥിക്ക് ഭക്ഷണം നൽകുന്നത് വലിയ പുണ്യമാണെന്നും പറഞ്ഞു. അടുത്ത ദിവസം സോമു കൂടുതൽ വിറക് വെട്ടാൻ കാട്ടിലേക്ക് പോയി ഒരു മരക്കൊമ്പ് വെട്ടുന്നു. അപ്പോൾ അവിടെ തപസ് ചെയ്യുകയായിരുന്ന സന്യാസിയുടെ തപസ് മുടങ്ങിയതിനാൽ കോപത്തോടെ സോമുവിനെ നായയായി മാറാൻ ശപിച്ചു. സോമു അപേക്ഷിച്ചപ്പോൾ സന്യാസിക്ക് ശാപം പിൻവലിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. വലിയ ദാനം ചെയ്യുന്ന 2 വ്യക്തികൾ കഴിച്ചതിനു ശേഷം ബാക്കിയുള്ള ഒരു വറ്റ് എങ്കിലും നീ കഴിച്ചാൽ ശാപമോക്ഷം ലഭിക്കും. നിങ്ങളുടെ ശരീരം പൂർണ്ണമായും വെളുത്ത നിറത്തിലാകുമ്പോൾ മാത്രമേ ശാപമോക്ഷം ലഭിക്കൂ എന്ന് പറഞ്ഞ് സോമു കറുത്ത നായയായി മാറി. ദുഃഖിതനായി നഗരത്തിലേക്ക് പോയ സോമു പുരോഹിതനെ ഓർത്തു. പുരോഹിതൻ ഭക്ഷണം കഴിച്ചതിനു ശേഷം ബാക്കിയുള്ള ഭക്ഷണം കഴിച്ചപ്പോൾ അവന്റെ ശരീരം പകുതി വെളുത്ത നിറത്തിലായി. പുരോഹിതന്റെ ദാനം മഹത്തരമാണെന്ന് സന്തോഷിച്ച സോമു ബാക്കിയുള്ള പകുതി ശാപമോക്ഷത്തിനായി മറ്റൊരു വ്യക്തിയെ തേടി മുന്നോട്ടു പോയി. അടുത്ത ഗ്രാമത്തിലെത്തിയ സോമു ഒരാൾ ധാരാളം പശുക്കളെ ദാനം ചെയ്യുന്നത് കണ്ടു. അറിഞ്ഞു ഭക്ഷണം അല്ല പശുക്കളെയാണ് ദാനം ചെയ്യുന്നതെന്ന് അയാൾ പൂജാരിയെപ്പോലെ വലിയവനാണെന്ന് കരുതി. ആ വ്യക്തി കഴിച്ചു ബാക്കി വന്ന ഭക്ഷണം സോമു കഴിച്ചു. പക്ഷേ അവന്റെ ശരീരത്തിൽ ഒരു മാറ്റവും വന്നില്ല. അത്ഭുതപ്പെട്ട സോമു അടുത്ത 2 പേർ സംസാരിക്കുന്നത് കേട്ടു. പശുക്കളെ ദാനം ചെയ്യുന്നയാൾ ഉപയോഗശൂന്യമായ പാൽ തരാത്ത രോഗമുള്ള പശുക്കളെ മാത്രമാണ് ദാനം ചെയ്യുന്നതെന്നും സ്വാർത്ഥതയോടെ അവയെ ഒഴിവാക്കുകയാണെന്നും മനസ്സിലാക്കി. ആ വ്യക്തികൾ മഹാരാജാവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മഹാരാജാവ് 1 മാസമായി എല്ലാവർക്കും അന്നദാനം ചെയ്യുന്നുണ്ടെന്നും നാളെ വസ്ത്രദാനവും ചെയ്യുമെന്നും അദ്ദേഹം വലിയ ധർമ്മിഷ്ഠനാണെന്നും അവർ പറഞ്ഞു. മഹാരാജാവ് കഴിച്ചതിന് ശേഷം ബാക്കി വന്ന ഭക്ഷണം കഴിച്ചാൽ ശാപമോക്ഷം ലഭിക്കുമെന്ന് കരുതിയ സോമു മഹാരാജാവ് ഭക്ഷണം കഴിച്ച ഇലയിലെ ബാക്കി വന്ന ഭക്ഷണം കഴിച്ചു. പക്ഷേ അവന്റെ ശരീരത്തിൽ ഒരു മാറ്റവും വന്നില്ല. നിരാശയോടെ സോമു ശാപം നൽകിയ സന്യാസിയുടെ അടുക്കലേക്ക് തിരിച്ചുപോയി. സാധു
സോമുവിനെ കണ്ടിട്ട് ശാപമോക്ഷം ലഭിച്ചില്ലേ എന്ന് ചോദിച്ചു. സോമു പുരോഹിതന്റെ ഭക്ഷണം കഴിച്ചതിനു ശേഷം പകുതി നിറം മാറിയെന്നും അതിനുശേഷം പശുക്കളെ ദാനം ചെയ്ത വ്യക്തി മഹാരാജാവിന്റെ ഭക്ഷണം കഴിച്ചിട്ടും മാറ്റം വന്നില്ലെന്നും പറഞ്ഞു. സാധു ഇങ്ങനെ വിശദീകരിച്ചു. മകനെ, നീ കണ്ട 3 പേരിൽ 2 പേരുടെയും ദാനം മഹത്തരമല്ല. പശുക്കളെ ദാനം ചെയ്യുന്ന വ്യക്തിക്ക് അവ ആവശ്യമില്ലാത്തവയാണ്. അവയെ വെച്ചാൽ അവയ്ക്ക് ഭക്ഷണം നൽകേണ്ടിവരും. അതുകൊണ്ട് സ്വാർത്ഥതയോടെ അവയെ ദാനത്തിന്റെ പേരിൽ ഒഴിവാക്കുകയാണ്. ഇനി മഹാരാജാവിന്റെ കാര്യത്തിലേക്ക് വന്നാൽ അദ്ദേഹം ചെയ്യുന്നത് ദാനമല്ല. അത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. മാത്രമല്ല, അദ്ദേഹം സ്വയം സമ്പാദിച്ചത് ദാനം ചെയ്യുന്നില്ല, ജനങ്ങളിൽ നിന്ന് നികുതി പിരിച്ച് അത് ദാനം ചെയ്യുകയാണ്. അതുകൊണ്ട് അവരുടെ ദാനത്തിൽ സ്വാർത്ഥതയുണ്ട്. അത് മഹത്തരമല്ല. മഹത്തായ ദാനം ചെയ്തത് ആ പൂജാരി മാത്രമാണ്. കാരണം താൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതിൽ നിന്ന് ഒരു സ്വാർത്ഥതയുമില്ലാതെ താൻ കഴിക്കാതെ വിശന്നു വന്നവർക്ക് ദാനം ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ ദാനത്തിൽ ഒരു സ്വാർത്ഥതയുമില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ദാനം വളരെ മഹത്തരമായത്. അങ്ങനെയൊരു വ്യക്തിയെ കണ്ടെത്താൻ സന്യാസി പറഞ്ഞപ്പോൾ സോമു യാത്ര തുടങ്ങി. ഒരുപാട് ദിവസത്തെ തിരച്ചിലിന് ശേഷം ഒരു വൃദ്ധൻ വെയിലത്ത് വെള്ളം കൊണ്ടുവന്ന് വഴിയിലുള്ള കുടത്തിൽ ഒഴിക്കുന്നത് അവൻ കണ്ടു. ഈ വൃദ്ധൻ 30 വർഷമായി ഇങ്ങനെ വെള്ളം ദാനം ചെയ്യുന്നുണ്ടെന്നും ഒരു സ്വാർത്ഥതയുമില്ലാതെ നല്ല പ്രവൃത്തിയാണ് ചെയ്യുന്നതെന്നും അടുത്തുള്ള ആളുകൾ സംസാരിക്കുന്നത് അവൻ കേട്ടു. ഇയാൾ വലിയ ദാനമാണ് ചെയ്യുന്നതെന്ന് സോമുവിൻ മനസ്സിലായി. ആ വൃദ്ധൻ തന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന റൊട്ടികൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സോമു അയാളുടെ അടുത്തേക്ക് പോയി. വൃദ്ധൻ തന്റെ റൊട്ടി സോമുവിന് നൽകി. അത് കഴിച്ചയുടൻ സോമുവിന് പൂർണ്ണമായ ശാപമോക്ഷം ലഭിച്ചു. പഴയ രൂപം തിരികെ വന്നു. സോമു വൃദ്ധനോട് നന്ദി പറഞ്ഞ് സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസവും അന്നദാനം നടത്തിയിരുന്ന പൂജാരി ദാരിദ്ര്യത്തിലായി. കഴിക്കാൻ ഭക്ഷണമില്ലാതെ വളരെ ദുരിതത്തിലായി. അപ്പോൾ അയാളുടെ ഭാര്യ അടുത്ത ഗ്രാമത്തിൽ ഒരു ധനികനായ വ്യാപാരിയുണ്ടെന്നും അയാൾ ചെയ്ത പുണ്യങ്ങൾ വാങ്ങി പണം നൽകുന്നുണ്ടെന്നും പറഞ്ഞു. പൂജാരിക്ക് താൽപ്പര്യമില്ലായിരുന്നെങ്കിലും ഭാര്യയ്ക്ക് വേണ്ടി സമ്മതിച്ചു. അടുത്ത ദിവസം വ്യാപാരിയുടെ അടുത്തേക്ക് പുറപ്പെട്ടു. വഴിയിൽ ക്ഷീണിതനായി ഒരു മരച്ചുവട്ടിൽ ഇരുന്നു. തന്റെ കൈവശമുണ്ടായിരുന്ന 4 റൊട്ടികൾ കഴിക്കാനായി എടുത്തപ്പോൾ ഒരു നായ തന്റെ കുഞ്ഞുങ്ങളോടൊപ്പം അയാളുടെ അടുത്തേക്ക് വന്ന് ദയനീയമായി നോക്കി. അവയുടെ വിശപ്പ് മാറ്റാൻ ദുഃഖിതനായ പുരോഹിതൻ തന്റെ കൈവശമുണ്ടായിരുന്ന 4 റൊട്ടികളും ആ നായ്ക്കൾക്ക് നൽകി. വെള്ളം മാത്രം കുടിച്ച് വ്യാപാരിയുടെ അടുത്തെത്തി. വ്യാപാരി പുരോഹിതനെ കണ്ട് എന്തുവേണമെന്ന് ചോദിച്ചു. പുരോഹിതൻ തന്റെ പുണ്യം വാങ്ങാൻ ആവശ്യപ്പെട്ടു. വ്യാപാരി തന്റെ ദിവ്യദൃഷ്ടിയുള്ള ഭാര്യയോട് ചോദിച്ചു. അവൾ പുരോഹിതൻ വരുന്ന വഴിയിൽ വിശപ്പുള്ള 4 നായ്ക്കൾക്ക് 4 റൊട്ടികൾ നൽകി പുണ്യം നേടിയെന്ന് അവൾ പറഞ്ഞു. ആ പുണ്യം വാങ്ങാൻ അവൾ നിർദ്ദേശിച്ചു. വ്യാപാരി പുറത്തുവന്ന് ആ പുണ്യം വാങ്ങാമെന്ന് പറഞ്ഞു. താൻ റൊട്ടികൾ കൊടുത്തപ്പോൾ ആരും കണ്ടില്ലല്ലോ, പിന്നെ എങ്ങനെ അറിഞ്ഞെന്ന് പൂജാരി അത്ഭുതപ്പെട്ട് ചോദിച്ചു. തന്റെ ഭാര്യ ദിവ്യദൃഷ്ടിയോടെ കണ്ടതാണെന്ന് വ്യാപാരി പറഞ്ഞു. ആ 4 റൊട്ടികൾക്ക് എത്ര ഭാരമുണ്ടോ അത്രയും ഭാരമുള്ള വജ്രങ്ങളും സ്വർണവും തൂക്കി നൽകാമെന്ന് വ്യാപാരി പറഞ്ഞു. തുലാസിന്റെ ഒരു വശത്ത് റൊട്ടികളും മറുവശത്ത് വജ്രങ്ങളും സ്വർണവും വെച്ചു. എത്ര വജ്രങ്ങളും സ്വർണവും വെച്ചിട്ടും റൊട്ടികളുള്ള തട്ട് ഒട്ടും ഉയർന്നു വന്നില്ല. വ്യാപാരിക്ക് മനസ്സിലായില്ല. പൂജാരിയുടെ കണ്ണുകൾ നിറഞ്ഞു. താൻ ചെയ്ത പുണ്യം എത്ര വലുതാണെന്ന് അയാൾക്ക് മനസ്സിലായി. എല്ലാ വജ്രങ്ങളെക്കാളും സ്വർണത്തെക്കാളും തന്റെ പുണ്യമാണ് വലുതെന്ന് അയാൾ മനസ്സിലാക്കി. വ്യാപാരിയോട് എന്റെ കണ്ണുകൾ തുറന്നു, എന്റെ പുണ്യത്തെ ഞാൻ നിങ്ങൾക്ക് വിൽക്കില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വീട്ടിലേക്ക് തിരിച്ചുപോയി. അവൻ നായ്ക്കൾക്ക് റൊട്ടി കൊടുത്ത സ്ഥലത്ത് ക്ഷീണിതനായി ഇരുന്നു. അപ്പോഴാണ് അവന്റെ അടുത്ത് ഒരു കെട്ട് കണ്ടത്. അത് തുറന്ന് നോക്കിയപ്പോൾ അതിൽ വിലയേറിയ വജ്രങ്ങളും സ്വർണവും കണ്ടെത്തി. ആ ദൈവം തനിക്ക് ആ ധനം
നൽകി എന്ന് സന്തോഷത്തോടെ വീട്ടിലേക്ക് എത്തി ഭാര്യയോട് നടന്നതെല്ലാം പറഞ്ഞു. അന്നുമുതൽ അവർ മുൻപത്തെ പോലെ എല്ലാവർക്കും അന്നദാനം ചെയ്തുകൊണ്ട് സന്തോഷത്തോടെ ജീവിച്ചു. പരമേശ്വരൻ നാരദനോട് ഇങ്ങനെ പറഞ്ഞു: നാരദാ, കണ്ടില്ലേ, ആരെങ്കിലും വിശപ്പുള്ളവരാണെങ്കിൽ, ആരെങ്കിലും കഷ്ടപ്പാടുകളിലാണെങ്കിൽ അവർക്ക് നിസ്വാർത്ഥമായി ചെയ്ത ദാനം വഴി കൂടുതൽ പുണ്യം ലഭിക്കും. ദാനം നിസ്വാർത്ഥമായി ചെയ്യണം. എന്തെങ്കിലും പ്രതീക്ഷിച്ച് നമ്മൾ എത്ര ദാനം ചെയ്താലും അത് സ്വാർത്ഥതയാകും. യഥാർത്ഥ ദാനം എന്നത് വിശക്കുന്നവർക്കും കഷ്ടപ്പെടുന്നവർക്കും ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ ചെയ്യുന്ന സഹായമാണ്. വീഡിയോയിലേക്ക് വന്നാൽ പലരും സാമ്പത്തിക പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നുണ്ടാകും. കടബാധ്യതകളും സാമ്പത്തിക പ്രശ്നങ്ങളും കാരണം അപമാനം സഹിച്ച് ദുരിതപൂർണമായ ജീവിതം നയിക്കുന്നവരുണ്ടാകും. ചിലർക്ക് ജാതകത്തിൽ ദോഷങ്ങളുണ്ടാകും. ആ ദോഷങ്ങൾ കാരണം എന്തു ചെയ്താലും വിജയിക്കില്ല. ഇത്തരം പ്രശ്നങ്ങളെല്ലാം നേരിടുന്നവരെല്ലാം അഷ്ടമി ദിവസം കുറച്ച് കുങ്കുമം എടുക്കുക. ആ കുങ്കുമത്തിൽ കുറച്ച് പാൽ ചേർത്ത് ഒരു ചെറിയ ഉരുളയാക്കി ഉരുട്ടുക. അതായത് ഒരു ഗോലി വലുപ്പത്തിൽ ഒരു ഉരുള ഉരുട്ടുക. അതിനുശേഷം ആ ഉരുള നിങ്ങളുടെ കയ്യിൽ പിടിച്ച് ഒരു തവണ വീടിന്റെ എല്ലാ ഭാഗത്തും നടക്കുക. അതായത് വീട്ടിലെ എല്ലാ മുറികളിലും നടക്കുക. ബെഡ്റൂം, അടുക്കള, ഹാൾ, ബാത്റൂം എന്നിങ്ങനെ എല്ലാ മുറികളിലും നടന്നതിന് ശേഷം ആ കുങ്കുമ ഉരുള കയ്യിൽ പിടിച്ച് നിങ്ങൾ പൂജകൾ ചെയ്ത് തുളസി ചെടിയുടെ അടുത്തേക്ക് പോകുക. പോയി തുളസി ചെടിയുടെ ചുവട്ടിൽ ഒരു ചെറിയ കുഴി ഉണ്ടാക്കി ആ കുഴിയിൽ കുങ്കുമ ഉരുള വെച്ച് പൂജ ചെയ്യുക. കുഴിച്ചിടുക. ഇങ്ങനെ കുഴിച്ചിട്ടതിനു ശേഷം ഒരു തവണ തുളസി ചെടിയെ നമസ്കരിച്ച് ഇതോടെ ഞങ്ങളുടെ വീട്ടിലെ ദാരിദ്ര്യം മാറി എന്ന് മനസ്സിൽ വിചാരിച്ച് വീട്ടിലേക്ക് പോകുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങളുടെ വീടിനെ ബാധിച്ച ദാരിദ്ര്യം, നിങ്ങളുടെ പ്രശ്നങ്ങളെ തുളസി ചെടി വലിച്ചെടുക്കും. ജാതക ദോഷങ്ങളെ ഇല്ലാതാക്കും. ധനം വരാൻ സഹായിക്കും. ഈ പരിഹാരം വൈകുന്നേരം പാദം 6 മുതൽ 6:32 വരെ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. സ്ത്രീകളും പുരുഷന്മാരും ആർക്കും ഈ പരിഹാരം ചെയ്യാം. എന്നാൽ ആർത്തവമുള്ള സ്ത്രീകൾ ഈ പരിഹാരം ചെയ്യരുത്. ഈ പരിഹാരം ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് തീർച്ചയായും ഏതെങ്കിലും ഒരു നല്ല മാറ്റം കാണാൻ സാധിക്കും. ഏതെങ്കിലും ഒരു സന്തോഷവാർത്ത കേൾക്കും. ജാതക ദോഷങ്ങൾ മാറും. ജാതകം അത്ഭുതകരമായി മാറും. അതിനാൽ നിങ്ങളും അഷ്ടമി ദിവസം തുളസി ചെടിയുടെ ചുവട്ടിൽ ഇത് ഒന്ന് വെച്ച് നിങ്ങളുടെ ജാതകം മാറ്റി സന്തോഷത്തോടെ ജീവിക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.